1878 ലണ്ടൻ സർവകലാശാലയിൽ നിന്ന് ഡോക്ടർ ഓഫ് മെഡിസിൻ ബിരുദമെടുത്തതിന് ശേഷം പട്ടാളത്തിൽ സർജന്മാർക്ക് നിശ്ചയിച്ചിട്ടുള്ള പരിശീലനം നേടുന്നതിന് ഞാൻ നെറ്റ്ലിയിലേക്ക് പുറപ്പെട്ടു. അവിടെ പഠനം പൂർത്തിയായപ്പോൾ ഒരു അസിസ്റ്റന്റ് സർജനായി എന്നെ 5ാം നോർത്തംബർലൻഡ് ഫുസിലിയർ സൈന്യ വിഭാഗത്തിൽ നിയോഗിച്ചു. അക്കാലത്ത് ആ സൈന്യ വിഭാഗം ഇന്ത്യയിലായിരുന്നു. ഞാൻ അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പായി 2ാം അഫ്ഗാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ബോംബെയിൽ ഞാൻ എത്തിയപ്പോൾ ആ സൈന്യ വിഭാഗം ചുരം കടന്ന് ശത്രുരാജ്യത്തിനകത്ത് കുറെ ദൂരം മുന്നേറിക്കഴിഞ്ഞിരുന്നു. എങ്കിലും എൻ്റെ അതേ പരിതസ്ഥിതിയിൽ അകപ്പെട്ട മറ്റനേകം ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഞാനും സുരക്ഷിതമായി കാണ്ഡഹാറിലെത്തി. അവിടെ എൻ്റെ സൈന്യ വിഭാഗത്തെ കണ്ടെത്തുകയും ഞാൻ പുതിയ ഉദ്യോഗത്തിൽ ഉടനെ പ്രവേശിക്കുകയും ചെയ്തു. ആ യുദ്ധം പലർക്കും പല ബഹുമതികളും ഉദ്യോഗ കയറ്റവും നേടിക്കൊടുത്തെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യവും ദുരിതവും വരുത്തിവെക്കുകയാണുണ്ടായത്. എന്നെ എൻ്റെ ബ്രിഗേഡിൽ നിന്ന് ബർക്കക്ഷയറിലേക്ക് മാറ്റി. അവരോടൊപ്പമാണ് വിധിനിർണായകമായ മൈവൺ പോരാട്ടത്തിൽ ഞാൻ പങ്കെടുത്തത്. അവിടെ വെച്ച് ഒരു ജസൽ വെടിയുണ്ട എൻ്റെ തോളിൽ തുറച്ചു കയറി. അതെൻ്റെ എല്ല് തകർക്കുകയും കഴുത്തിലെ രക്തം അതിനെ മുറപ്പെടുത്തുകയും ചെയ്തു. എൻ്റെ ഓർഡർലിയായ മുറെ സാമാനം കയറ്റുന്ന ഒരു കുതിരപ്പുറത്ത് പൊക്കിയെടുത്ത് ബ്രിട്ടീഷ് സൈന്യനിരയിൽ എത്തിക്കുന്നതിൽ കാണിച്ച അർപ്പണബോധവും ധീരതയും ഇല്ലായിരുന്നുവെങ്കിൽ കൊലപാതകികളായ ഖാസികളുടെ കയ്യിൽ ഞാൻ അകപ്പെട്ടേനെ. വേദനയാലും നീണ്ടുനിന്ന യാതനയാലും പരവശനായി എന്നെ മുറിവേറ്റ് പിടയുന്ന അനേകം പേരോടൊപ്പം പൈഷവാറിലുള്ള സൈനികാശുപത്രിയിലേക്ക് അയച്ചു. അവിടെ വെച്ച് അതിവേഗം സുഖം പ്രാപിച്ച് വാർഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുവാനും വരാന്തയിലിരുന്ന് അല്പം വെയിൽ കായാനും സാധിച്ചപ്പോഴേക്കും നമ്മുടെ ഇന്ത്യൻ സമ്പാദ്യങ്ങളുടെ ശാപമായ വിഷജ്വരം ബാധിച്ച് വീണ്ടും ഞാൻ കിടപ്പിലായി. മാസങ്ങളോളം എൻ്റെ ജീവൻ ത്രാസിലാടുകയായിരുന്നു. ഒടുവിൽ രോഗവിമുക്തനായപ്പോഴേക്കും ഞാൻ തികച്ചും അവശനും ക്ഷീണിതനുമാണെന്ന് ബോധ്യപ്പെട്ട മെഡിക്കൽ ബോർഡ് എന്നെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചയക്കുന്ന കാര്യത്തിൽ ഒട്ടും താമസിച്ചുകൂടെന്ന് വിധിച്ചു. അങ്ങനെ യുദ്ധക്കപ്പലായ ഓറന്റസിൽ എന്നെ കയറ്റിവിട്ടു. 1 മാസത്തിനു ശേഷം പോർട്സ്മൗത്ത് ജെട്ടിയിൽ കാലുകുത്തിയപ്പോൾ എൻ്റെ ആരോഗ്യം ഇങ്ങനെ തിരിച്ചു വരാത്ത വക്കം നഷ്ടപ്പെട്ടിരുന്നു. എങ്കിലും അത് വീണ്ടെടുക്കുവാൻ ശ്രമിച്ചുകൊണ്ട് 9 മാസം ചെലവഴിക്കുവാൻ പിതൃനിർവേഷമായ ഭരണകൂടം എന്നെ അനുവദിച്ചു. ഇംഗ്ലണ്ടിൽ എനിക്ക് ബന്ധുക്കളായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനാൽ കാറ്റുപോലെ സ്വതന്ത്രനായിരുന്നു ഞാൻ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദിവസം 11 ഷില്ലിങ്ങും 6 പെൻസും വരുമാനമുള്ള എത്രമാത്രം സ്വതന്ത്രനാകാമോ അത്രമാത്രം സ്വതന്ത്രനായിരുന്നു ഞാൻ. അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിൽ സ്വാഭാവികമായും ഞാൻ ലണ്ടൻ നഗരവുമായി ഒട്ടിച്ചേർന്നു. കാരണം സാമ്രാജ്യത്തിനകത്തെ എല്ലാ മടിയന്മാരും അലസന്മാരും ഒടുവിൽ അടിഞ്ഞുകൂടുന്ന വമ്പിച്ചൊരു അഴുക്കുചാലാണല്ലോ അത്. അവിടെ സ്ട്രാൻഡിൽ ഒരു സ്വകാര്യ ഹോട്ടലിൽ ആകാവുന്നതിലധികം പണം ചെലവഴിച്ച് അസുഖകരവും അർത്ഥശൂന്യവുമായ ജീവിതം നയിച്ചു വരികയായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ സാമ്പത്തിക സ്ഥിതി പരിങ്ങലിലായപ്പോൾ ഒന്നുകിൽ ഈ തലസ്ഥാന നഗരം വിട്ട് വല്ല ഗ്രാമപ്രദേശത്തും പോയി താമസിക്കുകയല്ലേ നല്ലത് എന്നെനിക്ക് മനസ്സിലായി. 2ാമത്തെ മാർഗം സ്വീകരിച്ച് ആ ഹോട്ടൽ വിട്ട് പ്രൗഢി കുറഞ്ഞതും ചെലവ് ചുരുങ്ങിയതുമായ ഒരു പാർപ്പിടത്തിലേക്ക് താമസം മാറ്റുവാൻ ഞാൻ ഉറച്ചു. ഈ തീരുമാനമെടുത്ത അന്ന് തന്നെ ഞാൻ ക്രൈറ്റീരിയൻ ബാറിൽ നിൽക്കുമ്പോൾ ആരോ വന്ന് എൻ്റെ ചുമലിൽ തട്ടി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് എൻ്റെ കീഴിൽ ബാർട്ടലിൽ വൈദ്യസഹായനായിരുന്ന സ്റ്റാംഫോർഡ് എന്ന ചെറുപ്പക്കാരനെയാണ്. ലണ്ടൻ നഗരത്തിൻ്റെ അതിവിശാലതയിൽ ഏകാഗിയായ ഒരാൾക്ക് ഒരു പരിചിത മുഖം കാണുവാനിടയാവുന്നത് ഏറ്റവും സന്തോഷകരം തന്നെയാണ്. മുമ്പൊരിക്കലും സ്റ്റാംഫോർഡ് എൻ്റെ ഉറ്റ തോഴനായിരുന്നില്ലെങ്കിലും ആ സന്ദർഭത്തിൽ ഞാൻ അയാളെ ആവേശപൂർവ്വം അഭിവാദ്യം ചെയ്തു. അവനും എന്നെ കണ്ടുമുട്ടിയതിൽ സന്തോഷിക്കുന്നതായി തോന്നി. അങ്ങനെ സന്തോഷാധിക്യത്താൽ എന്നോടൊപ്പം ഹോൾബോണിൽ ഉച്ചഭക്ഷണം കഴിക്കുവാൻ ഞാൻ അയാളെ ക്ഷണിച്ചു. ഞങ്ങൾ 2 പേരും ഒരു കുതിരവണ്ടി പിടിച്ച് അങ്ങോട്ട് പുറപ്പെട്ടു. വാട്സൺ, നിങ്ങളിവിടെ എന്ത് ചെയ്യുകയാണ്? ലണ്ടൻ നഗരത്തിലെ തിരക്ക് പിടിച്ച ഈ തെരുവുവീഥികളിലൂടെ ഓടിച്ചു പോകുമ്പോൾ കൗതുകപൂർവ്വം അയാൾ ആരാഞ്ഞു. നിങ്ങൾ കോലുപോലെ മെലിഞ്ഞ് അടയ്ക്ക് പോലെ തവിട്ട് നിറമായി മാറിയിരിക്കുന്നുവല്ലോ. എൻ്റെ പരാക്രമങ്ങളെക്കുറിച്ചൊരു ചുരുങ്ങിയ വിവരണം ഞാൻ അയാൾക്ക് നൽകി. അപ്പോഴേക്കും ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. പാവം ചെകുത്താൻ. എൻ്റെ ദുരന്തകഥകൾ കേട്ടപ്പോൾ സഹതപിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഇപ്പോൾ താങ്കൾ എന്ത് ചെയ്യുവാനാണ് ഭാവ? താമസിക്കുവാൻ ഒരിടം കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ്. ഞാൻ മറുപടി നൽകി. മിതമായ ചെലവിൽ സുഖസമ്പൂർണമായ മുറികൾ വാടകയ്ക്ക് കിട്ടുമോ എന്ന് നോക്കുകയാണ്.
ഇത് വിചിത്രമായിരിക്കുന്നുവല്ലോ. എൻ്റെ കൂട്ടുകാരൻ അഭിപ്രായപ്പെട്ടു. ഇന്ന് എന്നോട് ഇതേ വാക്കുകൾ പറയുന്ന രണ്ടാമത്തെ ആളാണ് നിങ്ങൾ. ഒന്നാമത്തെ ആൾ ആരാണ്? ഞാൻ ചോദിച്ചു. ആസ്പത്രിയിലെ രസതന്ത്ര പരീക്ഷണശാലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അയാൾക്ക് കിട്ടിയ ഏതോ സൗകര്യപ്രദമായ പാർപ്പിടത്തിൽ അയാളോടൊപ്പം പങ്കുചേരുവാൻ ഒരാളെയും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഇന്ന് കാലത്ത് അയാൾ സങ്കടപ്പെടുകയായിരുന്നു. അയാൾക്കൊറ്റയ്ക്ക് താങ്ങാവുന്നതിലധികം ആണത്രേ അതും. യഹോവയാണേ സത്യം, ഞാൻ ഉറക്കെ പറഞ്ഞു. മുറികളും ചെലവും പങ്കിടുവാൻ പറ്റിയ ഒരാളെയാണ് അയാൾ തിരക്കുന്നതെങ്കിൽ ഞാൻ തന്നെയാണ് അതിനെ പറ്റിയ ആൾ. ഒറ്റയ്ക്ക് കഴിയുന്നതിനേക്കാൾ കൂട്ടിനൊരാൾ ഉണ്ടാവുന്നതാണ് എനിക്കിഷ്ടം. വീഞ്ഞ ഗ്ലാസിന് മേലെ അത്ഭുതത്തോടെ യുവാവായ സ്റ്റാംഫോർഡ് എന്നെ നോക്കി. ഷെർലക് ഹോംസിനെ ഇതുവരെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലേ? അയാൾ പറഞ്ഞു. ചിരകാല സുഹൃത്തായി ഒരുപക്ഷെ അയാളെ നിങ്ങൾ ഇഷ്ടപ്പെടുവാനിടയില്ല. എന്തുകൊണ്ട്? അയാൾക്ക് എന്താണ് തരക്കേട്? ഓ, അയാൾക്ക് വല്ല ദോഷവുമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ തൻ്റെ ആശയങ്ങളിൽ സ്വല്പം കണിക്ഷക്കാരനാണ് അദ്ദേഹം. ഏതോ ചില ശാസ്ത്രശാഖകളിൽ അതീവ തൽപരൻ. ഞാൻ അറിഞ്ഞിടത്തോളം അയാൾ ഒരു മാന്യനാണ്. അയാൾ ഒരു വൈദ്യവിദ്യാർത്ഥി ആയിരിക്കാം? ഞാൻ ചോദിച്ചു. അല്ല, അയാൾ എന്താകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കിതുവരെ പിടികിട്ടിയിട്ടില്ല. അയാൾക്ക് ശരീരവായ വസ്ത്രത്തിൽ നല്ല പരിജ്ഞാനമുണ്ടെന്നും ഒന്നാം തരമാണെന്നും നല്ലൊരു രസതന്ത്രജ്ഞനാണെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അയാൾ മുറപ്രകാരമുള്ള വൈദ്യപഠനം ഒരിക്കലും നടത്തിയിട്ടില്ല. അയാളുടെ പഠനമെല്ലാം വിരസവും തലതിരിഞ്ഞവുമാണെന്ന് തോന്നുന്നു. പക്ഷെ സ്വന്തം പ്രൊഫസർമാരെ പോലും ഒമ്പരിപ്പിക്കുന്ന അപാരമായ വിജ്ഞാനം അയാൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അയാളുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ ഒരിക്കലും ആരാഞ്ഞിട്ടില്ലേ? ഞാൻ ചോദിച്ചു. ഇല്ല, മനോരാജ്യത്തിൽ വിഹരിക്കുമ്പോൾ വിവരങ്ങളൊക്കെ പറയുമെങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പം ചേർത്തെടുക്കുവാനാവില്ല. ഞാൻ അദ്ദേഹത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പറഞ്ഞു. പഠനോത്സുകനും ശാന്തശീലനുമായ ഒരാളോടൊപ്പം കഴിഞ്ഞുകൂടുന്നതിലാണ് മറ്റാരുടെയെങ്കിലും കൂടെ കഴിയുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുക. അധികം ഒച്ചപ്പാടും ബഹളവും സഹിക്കുവാൻ മാത്രം ഞാൻ ശക്തിയാർജി കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ അഫ്ഗാനിൽ നിന്ന് വെച്ചുണ്ടായ വേണ്ടത്തിലധികം ഞാൻ സഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തിനെ എനിക്ക് എങ്ങനെ കാണുവാനാകൂ? അയാൾ പരീക്ഷണശാലയിൽ തന്നെ ഉണ്ടാകും, എൻ്റെ സുഹൃത്ത് പറഞ്ഞു. ചിലപ്പോൾ ആഴ്ചകളോളം അവിടെ നിന്ന് വിട്ടുമാറി നിൽക്കും. അല്ലാത്തപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ ഇരുട്ടുന്നതുവരെ അവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. തീർച്ചയായും, ഞാൻ പ്രതിവചിച്ചു. സംഭാഷണം പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങി. ഹോൾബോണിൽ നിന്നും ഇറങ്ങി ആസ്പത്രിയിലേക്ക് പോകുന്ന വഴിക്ക് എന്നോടൊന്നിച്ച് താമസക്കാരനായി തീരുവാൻ പോകുന്ന മാനിനെക്കുറിച്ച് കുറെ കൂടി വിവരങ്ങൾ സ്റ്റാംഫോർഡ് നൽകി. അയാളോട് പൊരുത്തപ്പെട്ടു പോകുവാൻ പറ്റാത്ത വന്നാൽ പിന്നെ എന്നെ കുറ്റം പറയരുതേ, അയാൾ പറഞ്ഞു. ഇടയ്ക്കിടെ പരീക്ഷണശാലയിൽ വെച്ച് കണ്ടറിഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് ഇയാളെപ്പറ്റി അറിഞ്ഞുകൂടാ. നിങ്ങളുടെ നിർബന്ധം കൊണ്ടാണ് ഈ ഇടപാടെന്ന് പറഞ്ഞേക്കാം. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. വിഷമം കൂടാതെ ഒന്നിച്ചു പോകുവാൻ കഴിയാതാകുമ്പോൾ കൂട്ടുപിരിയുവാൻ പ്രയാസമൊന്നുമില്ലല്ലോ, ഞാൻ ഉത്തരം നൽകി. സ്റ്റാംഫോർഡ്, എനിക്ക് തോന്നുന്നു, എൻ്റെ സുഹൃത്തിനെ ചുഴിഞ്ഞു നോക്കി ഞാൻ കൂട്ടിച്ചേർത്തു. നിങ്ങളിപ്പോൾ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നതിൽ എന്തോ പന്തികേടുണ്ട്. ഈ മനുഷ്യൻ്റെ സ്വഭാവം അത്ര കർക്കശമാണോ? ഒന്നും ഒളിച്ചു വെക്കേണ്ട. പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വ്യക്തമാക്കുവാൻ എളുപ്പമല്ല, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ അഭിരുചി വെച്ച് നോക്കിയാൽ ഹോംസ് കുറച്ചേറെ ശാസ്ത്രീയക്കാരനാണ്. അത് ക്രൂരതയുടെ സീമയോളം എത്തിച്ചേരാറുണ്ട്. ദുരുദ്ദേശമൊന്നുമില്ലാതെ ഏറ്റവും പുതിയ സസ്യക്ഷാരത്തിൻ്റെ ഒരു നുള്ള് ഏതെങ്കിലും സുഹൃത്തിന് കൊടുക്കുന്നതിന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ പ്രത്യാഘാതം എന്തെന്നറിയുവാനായിരിക്കും അങ്ങനെ കൊടുക്കുന്നത്. നീതി പുലർത്തുവാൻ സ്വയം അത് വിഴുങ്ങുവാൻ അയാൾ സന്നദ്ധനുമായിരിക്കും. കൃത്യവും കണിശവുമായ വിജ്ഞാനം തേടുന്നതിൽ അയാൾക്ക് പ്രത്യേക താല്പര്യമുണ്ട്. അത് വളരെ നല്ലതാണല്ലോ. അതെ, പക്ഷെ അത് ചിലപ്പോൾ അതിരുകവിയാറുണ്ട്. ശവം കീറി പരിശോധിക്കുന്ന മുറിയിൽ വെച്ച് ശവത്തെ വടികൊണ്ടടിക്കുവാൻ തുടങ്ങിയാൽ അത് കുറെ വിചിത്രം തന്നെയല്ലേ? ശവത്തെ തല്ലുകയോ? അതെ, മരിച്ച ശേഷം പരിക്കുകൾ എത്രത്തോളം ഉണ്ടാകാമെന്ന് അറിയുവാൻ വേണ്ടിയാണത്ര. അങ്ങനെ ചെയ്യുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. എന്നിട്ടും അയാൾ വൈദ്യവിദ്യാർത്ഥി ആയില്ലെന്നല്ല നിങ്ങൾ പറയുന്നല്ലോ. അല്ല, അയാളുടെ പഠനത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ദൈവത്തിനെ അറിയും. ഇതാ, നാം എത്തിക്കഴിഞ്ഞു. അയാളെക്കുറിച്ച് സ്വയം അഭിപ്രായം രൂപീകരിച്ചോളൂ. അങ്ങനെ പറയുമ്പോഴേക്കും ഞങ്ങൾ ഒരു ഇടവഴി കടന്ന് ആ വലിയ ആസ്പത്രിയിലെ ഒരു വിഭാഗത്തിലേക്ക് കടക്കുവാനുള്ള ചെറിയ പാർശ്വകവാടം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. അതെനിക്ക് പരിചയമുള്ള സ്ഥലമാണ്. പഴയ കൽക്കോണി കയറി വെള്ളപൂശിയ ചുമരൻ നിറം മങ്ങിയ വാതിലുകളുമുള്ള ഇടനാഴിയിലൂടെ കടന്നു പോകുമ്പോൾ ആരും വഴി കേട്ടേണ്ടതുണ്ടായിരുന്നില്ല. അതിൻ്റെ അങ്ങേയറ്റത്ത് ഉയരം കുറഞ്ഞ വളച്ചുവാതിൽ കിടക്കുന്നു.
തിരിഞ്ഞു പോകുന്ന വഴി രാസപരീക്ഷണ ആലയത്തിലേക്കുള്ളതാണ്. നിരനിരയായി എണ്ണമറ്റ കുപ്പികൾ നിരന്നുമിരുന്നും ഉയരം കൂടിയ മുറിയിലുള്ളത്. വീതിയുള്ളതും പൊക്കം കുറഞ്ഞതുമായ മേശകൾ അങ്ങുമിങ്ങും വലിച്ചിട്ടിട്ടുണ്ട്. അവയിലൊക്കെ പാത്രങ്ങൾ, പരീക്ഷണ കുഴലുകൾ, നീല വെളിച്ചം പരത്തുന്ന ബൂൺസൺ പി ദീപങ്ങൾ എന്നിവ വെച്ചിരിക്കുന്നു. ആ മുറിയിൽ ഒരു വിദ്യാർത്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ അകലെ ഒരു മേശയ്ക്കരികിൽ കൂടി പഠനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കാൽപെരുമാറ്റം കേട്ടപ്പോൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് നോക്കിയ ശേഷം ചാടി എഴുന്നേറ്റ് സന്തോഷം കൊണ്ടൊന്ന് ഒച്ച വെച്ചു. ഞാനത് കണ്ടെത്തി എന്നതിൻ്റെ കൂട്ടുകാരനെ നോക്കി നിലവിളിച്ച് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ട്യൂബുമായി ഞങ്ങളുടെ സമീപം ഓടി വന്നു. രക്തത്തിൽ മാത്രം വിലയിക്കുന്ന ഒരു കാരകം ഞാൻ കണ്ടു. ഒരു സ്വർണ്ണഖനി കണ്ടെത്തിയാൽ പോലും ഇത്ര ആവേശം ഉണ്ടാകുവാനിടയില്ല. ഡോക്ടർ വാട്സൺ, ഇത് മിസ്റ്റർ ഷെർലക് ഹോംസ്, ഞങ്ങളെ അന്യോന്യം പരിചയപ്പെടുത്തിക്കൊണ്ട് സ്റ്റാംഫോർഡ് പറഞ്ഞു. സൗഖ്യമല്ലേ? സ്നേഹപൂർവ്വം എൻ്റെ കൈ ശക്തിയായി അമർത്തിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു. നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നുവെന്ന് തോന്നുന്നു. നിങ്ങളതെങ്ങനെ അറിഞ്ഞു? ഞാൻ അത്ഭുത സ്തബ്ധനായി ചോദിച്ചു. അതുപോട്ടെ, അദ്ദേഹം സ്വയം പിറുപിറുത്തു. ഇപ്പോഴത്തെ പ്രശ്നം രക്തത്തെ സംബന്ധിച്ചതാണ്. എൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. രസതന്ത്രപരമായി ഇത് ശ്രദ്ധേയമല്ലെങ്കിലും ഞാൻ പ്രതിവചിച്ചു. പ്രായോഗികമായി സുഹൃത്തെ, ഏറെ വർഷത്തിനിടയിൽ വൈദ്യനിയമ വിഷയത്തിലുണ്ടായ ഏറ്റവും പ്രായോഗികമായ കണ്ടുപിടുത്തമാണിത്. രക്തക്കറ തിരിച്ചറിയുന്നതിനെ പറ്റിയ സംശയരഹിതമായ പരിശോധനയാണെന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ലേ? ഇങ്ങോട്ടൊന്ന് വരൂ. ആവേശത്തിനിടയിൽ എൻ്റെ കോട്ടിൻ്റെ കൈ പിടിച്ച് വലിച്ച് എന്നെ മേശയ്ക്കടുത്തേക്ക് അയാൾ കൊണ്ടുപോയി. നമുക്കല്പം പുതിയ രക്തം തന്നെ എടുക്കാം. ഒരു വലിയ സൂചി സ്വന്തം വിരലിനുള്ളിൽ കുത്തിയിറക്കി അതിൽ നിന്ന് പുറപ്പെട്ട രക്തം ഒരു രാസനാളത്തിൽ വലിച്ചെടുത്തിട്ട് പറഞ്ഞു. ഇപ്പോൾ ഈ ചെറിയ തുള്ളി രക്തം ഞാനൊരു ലിറ്റർ വെള്ളത്തിൽ കലക്കുകയാണ്. ആ മിശ്രിതം ശുദ്ധജലമെന്ന് പറയാനൊക്കുവോ? രക്തം 10 ലക്ഷത്തിൽ ഒന്നുപോലുമില്ല. എങ്കിലും അതിൻ്റെ സ്വാഭാവിക മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് കാണുവാൻ കഴിയുമെന്നതിൽ സംശയമില്ല. അങ്ങനെ പറയുന്നതിനിടയിൽ അയാൾ ആ പാത്രത്തിൻ്റെ വെളുത്ത നിറമുള്ള കുറച്ച് കട്ടകളിടുകയും ഒപ്പം സുതാര്യമായ എന്തോ ദ്രാവകത്തുള്ളികൾ ഒഴിക്കുകയും ചെയ്തു. ഒരു നിമിഷത്തിനകം അതിലടങ്ങിയ വസ്തുക്കൾ മങ്ങിയ നിറമായി തീർന്നു. ഗ്ലാസ് കോജിയുടെ അടിയിൽ തവിട്ട് നിറമാർന്ന ക്ഷാരം അടിഞ്ഞുകൂടുന്നത് കണ്ടു. പുതിയ കളിപ്പാട്ടം കിട്ടിയ കൊച്ചുകുഞ്ഞിനെ പോലെ സന്തോഷാധിക്യത്താൽ അയാൾ കൈനീട്ടി തട്ടഹസിച്ചു. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു? അതിസൂക്ഷ്മമായ ഒരു പരീക്ഷണമാണെന്ന് തോന്നുന്നു, ഞാൻ അഭിപ്രായപ്പെട്ടു. സുന്ദരം. പഴയ ഗുയാങ്ക പരീക്ഷണം വളരെ കുഴഞ്ഞതും അനിശ്ചിതവുമാണ്. അതുപോലെ തന്നെയാണ് രക്തകണുകളുടെ സൂക്ഷ്മദർശിനികളുടെ പരിശോധനയും. രക്തക്കറ കുറച്ച് മണിക്കൂർ പഴക്കമുള്ളതാണെങ്കിൽ രണ്ടാമത് പറഞ്ഞ പരിശോധന കൊണ്ട് വലിയ ഗുണമില്ല. ഇപ്പോഴത്തേക്കത് രക്തം പഴയതാണെങ്കിലും തരക്കേടൊന്നുമില്ലാതെ കാണുന്നു. ഇത് മുമ്പ് തന്നെ കണ്ടുപിടിച്ചിരുന്നുവെങ്കിൽ ഇന്ന് മാന്യന്മാരായി നടക്കുന്ന പലരും തങ്ങൾ ചെയ്ത കുറ്റത്തിന് ഇപ്പോഴും ശിക്ഷ അനുഭവിക്കുകയായിരുന്നുവെന്ന് തന്നെ. തീർച്ചയായും, ഞാൻ പറഞ്ഞു. ക്രിമിനൽ കേസുകൾ ഈ ഒരു പ്രശ്നത്തിലാണ് എന്നും കറങ്ങിപ്പോകാറ്. കുറ്റകൃത്യം നടന്ന് മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഒരാളെ സംശയിക്കുക. അയാളുടെ തുണിയോ കുപ്പായമോ പരിശോധിച്ചാൽ തവിട്ട് നിറത്തിലുള്ള രക്തക്കറ കണ്ടുപിടിച്ചേക്കും. അവ രക്തക്കറയോ ചെളിയോ ഇരുമ്പ് കറയോ പഴക്കറയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറ ആയിരിക്കുമോ? ആ ചോദ്യം പല വിദഗ്ധന്മാരെയും കുഴക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? വിശ്വാസയോഗ്യമായ പരീക്ഷണത്തിന്റെ അഭാവം കൊണ്ട് തന്നെ. ഇപ്പോൾ നമുക്കിതാ ഒരു ഷെർലക് ഹോംസ് പരീക്ഷണം കിട്ടിയിരിക്കുന്നു. അതിനാലേ വിഷമിക്കാനൊന്നുമില്ല. സംസാരിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ വെട്ടിത്തിളങ്ങി. പിന്നെ ഹൃദയത്തിനടുത്ത് കൈവച്ചുകൊണ്ട് തൻ്റെ ഭാവന വിലാസത്തിൽ ആകൃഷ്ടരായ ജനക്കൂട്ടത്തിൻ്റെ കൈയടി സ്വീകരിക്കുന്ന ആളെപ്പോലെ തലകുനിച്ച് വണങ്ങി നിന്നു. നിങ്ങൾ അനുമോദനം അർഹിക്കുന്നു, അയാളുടെ ആവേശത്തിൽ അത്ഭുതപ്പെട്ട ഞാൻ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ കൊല്ലം ഫ്രാങ്ക്ഫുട്ടിൽ ബോൺ ബിസ്കോഫിൻ്റെ കേസ് ഉണ്ടായിരുന്നു. ഈ പരീക്ഷണം അന്ന് നിലവിലുണ്ടായിരുന്നുവെങ്കിൽ അയാളെ തീർച്ചയായും തൂക്കിലിട്ടേനെ. അതുപോലെ ബ്രാൻഫോർഡിലെ മാസൻ, കുപ്രസിദ്ധനായ മുള്ളർ, മോൺപൊലിയറിലെ ലിഫാവർ, ന്യൂ ഓർലിയൻസിലെ സാംസൺ. ഈ പരീക്ഷണം നിർണായകമായി തീരുമായിരുന്നു. അനേകം കേസുകൾ എടുത്തു നിരത്തുവാൻ എനിക്ക് കഴിയും. കുറ്റകൃത്യങ്ങളിൽ സഞ്ചരിക്കുന്ന പഞ്ചഗ്രന്ഥമാണല്ലോ നിങ്ങൾ, ചിരിപ്പിച്ചുകൊണ്ട് സ്റ്റാംഫോർഡ് പറഞ്ഞു. നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളിൽ പ്രതിപാദിക്കുവാൻ ഒരു പത്രം തന്നെ തുടങ്ങാം. അതിന് ഭൂതകാല പോലീസ് വാർത്തകൾ എന്ന് പേരിടുകയും ആവാം. അത് വായിക്കുവാൻ ബഹുരസമായിരിക്കും. വിരലിൽ സൂചി കുത്തിക്കയറ്റിയ ഭാഗത്ത് ഒരു തുണ്ട് പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് ഷെർലക് ഹോംസ് അഭിപ്രായപ്പെട്ടു. ഞാൻ കുറെ കൂടി ശ്രദ്ധാലുവാകണം. എൻ്റെ നേരെ തിരിഞ്ഞു പുഞ്ചിരിച്ചു. അങ്ങനെ ചെയ്തുകൊണ്ട് അയാൾ തുടർന്നു. കാരണം ഞാൻ ധാരാളം വിഷവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നിട്ടും കൈ ഉയർത്തി കാണിച്ചു തന്നു. അവിടെ ആകെ ചെറിയ പ്ലാസ്റ്റർ തുണ്ടുകൾ നിറഞ്ഞിരുന്നുവെന്ന് മാത്രമല്ല, ആസിഡ് തട്ടി നിറവ്യത്യാസം വരികയും ചെയ്തിരുന്നു.
ഞങ്ങൾ ഒരു ബാർഡിനാണ് വന്നത്. ഉയരം കുറഞ്ഞ ഒരു കസേരയിൽ ഇരുന്ന ശേഷം കാലുകൊണ്ട് മറ്റൊന്ന് എൻ്റെ നേരെ നീക്കിയിട്ട് സ്റ്റാംഫോർഡ് പറഞ്ഞു, എൻ്റെ ഈ സുഹൃത്ത് താമസ സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. നിങ്ങൾക്ക് കൂടെ താമസിക്കുവാൻ ഒരാളെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ കാര്യം ഓർത്തപ്പോൾ നിങ്ങളിൽ ആരെയും കൂട്ടിക്കെട്ടാമെന്ന് കരുതി. താമസ സ്ഥലം പങ്കിടുകയെന്ന ആശയം കേട്ട മാത്രയിൽ ഷെർലക് ഹോംസ് വളരെ സന്തുഷ്ടനായി. ബേക്കർ സ്ട്രീറ്റിലെ ഒരു പാർപ്പിടത്തിൽ താൻ കണ്ണുവെച്ചിരിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞു. അത് നമുക്ക് വളരെ യോജിച്ചതാണ്. കടുപ്പമുള്ള പുകയില വാസനകൾ നിങ്ങൾക്ക് അനിഷ്ടമാവില്ലെന്ന് എനിക്ക് കരുതാമോ? ഞാൻ തന്നെ സദാ കപ്പൽമാർ പുകയുന്നവനാണ്, ഞാൻ പറഞ്ഞു. അത് കൊള്ളാം. എൻ്റെ കൈവശം സാധാരണയായി രാസവസ്തുക്കൾ ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യും. അത് നിങ്ങൾ അലോസരമായി തീരുവോ? ഒരിക്കലുമില്ല. ശരി, എൻ്റെ മറ്റു ദുശീലങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ ഞാൻ വിഷാദമൂകനാകും. അങ്ങനെ ദിവസങ്ങളിലൊന്നും സംസാരിക്കാതെ ഇരിക്കും. അപ്പോൾ ഞാനൊരു ദുശാഠ്യക്കാരനാണെന്ന് നിങ്ങൾ ധരിക്കരുത്. എന്നെ എൻ്റെ പാട്ടിന് വിട്ടാൽ ഞാൻ തനിയെ നേരെയായിക്കൊള്ളൂ. നിങ്ങൾക്ക് വലുതും കുമ്പസരിക്കാനുണ്ടോ? രണ്ടുപേരും ഒന്നിച്ചു കഴിയുവാൻ തുടങ്ങിയതിന് മുമ്പേ ദോഷവശങ്ങൾ അന്യോന്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ വിസ്തരിച്ച് പറയുന്നത് കേട്ട് എനിക്ക് ചിരി വന്നു. ഞാനൊരു വലിയ നായ്ക്കുട്ടിയെ പോറ്റുന്നുണ്ട്, ഞാൻ പറഞ്ഞു. എൻ്റെ നാഡിഞരമ്പുകൾ തകർന്നതിനാൽ ഞാൻ ഒച്ചപ്പാടും ബഹളവും ഇഷ്ടപ്പെടുന്നില്ല. ഏത് അസമയത്തും ഞാൻ ഉണർന്നിരിക്കാറുണ്ട്. കൂടാതെ ഞാൻ കുഴിമടിയനുമാണ്. അസുഖമില്ലാതിരിക്കുമ്പോൾ എനിക്ക് വേറൊരു കൂട്ടം ദുഷ്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഇവയാണ് ഇപ്പോഴത്തെ പ്രധാന കാര്യങ്ങൾ. ഒച്ചപ്പാടെന്ന് പറയുന്നതിൽ വയലിൻ വായനയും ഉൾപ്പെടുമോ? അയാൾ ഉത്കണ്ഠയോട് ചാരാഞ്ഞു. ഉപയോഗിക്കുന്ന ആളിനെ ആശ്രയിച്ചായിരിക്കും അത്, ഞാൻ പ്രതിവിചിച്ചു. നന്നായി വയലിൻ വായിക്കുന്നത് ദേവന്മാർക്കുള്ള വിരുന്നായിട്ടാണല്ലോ കാണുന്നത്. ഓ, അത് സാരമില്ല. സന്തോഷത്താൽ മന്ദഹാസം പൊഴിച്ചുകൊണ്ട് അയാൾ ഉറക്കെ പറഞ്ഞു. സംഗതി ഉറപ്പിച്ചതായി കരുതാമെന്ന് അയാൾക്ക് തോന്നി. എനിക്കും തോന്നി. അതായത് പാർപ്പിടം നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നാം എപ്പോഴാണ് പോയി നോക്കുന്നത്? നാളെ ഉച്ചയ്ക്ക് എന്നെ ഇവിടെ വന്ന് വിളിച്ചോളൂ. എന്നിട്ട് നമുക്ക് ഒന്നിച്ചു പോയി സംഗതികൾ തീരുമാനിക്കും. ശരി, കൃത്യം ഉച്ചയ്ക്ക്, അയാളുടെ കൈ പിടിച്ച് കുലുക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു. രാസവസ്തുക്കൾക്കിടയിൽ ജോലി തുടരുവാൻ അദ്ദേഹത്തെ വിട്ടിട്ട് ഞങ്ങൾ എൻ്റെ ഹോട്ടലിലേക്ക് മടങ്ങി. ഇടയ്ക്കൊരു കാര്യം. സ്റ്റാംഫോർഡിൻ്റെ നേരെ തിരിഞ്ഞ് ഞാൻ പൊടുന്നനെ ചോദിച്ചു, ഞാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തിരിച്ചു വന്നയാളാണെന്ന് അയാൾ എങ്ങനെയാണ് അറിഞ്ഞത്? എൻ്റെ സ്നേഹിതൻ അതിലെന്തോ രഹസ്യമുള്ളതുപോലെ മന്ദഹസിച്ചു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അയാൾ പറഞ്ഞു. അദ്ദേഹം സംഗതികൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നറിയുവാൻ ആഗ്രഹിക്കുന്നവർ അനേകമുണ്ട്. ഓ, അതൊരത്ഭുതം തന്നെയല്ലേ? കൈതിരുമിയിട്ട് ഞാൻ ഉറക്കെ പറഞ്ഞു. ഇത് വളരെ കൗതുകകരമായിരിക്കുന്നു. ഞങ്ങളെ കൂട്ടിമുട്ടിച്ചതിന് നിങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. മനുഷ്യവർഗത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കുവാൻ മനുഷ്യനെ പഠിക്കുക എന്നാണല്ലോ പ്രമാണം. എന്നാൽ നിങ്ങൾ അയാളെ പഠിക്കുക. വിടവാങ്ങുമ്പോൾ സ്റ്റാംഫോർഡ് പറഞ്ഞു. അയാൾ ഒരു കീറാമുട്ടി പ്രശ്നമാകും. നിങ്ങൾ അയാളെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അയാൾ നിങ്ങളെ ആയിരിക്കും മനസ്സിലാക്കുമെന്ന്. ആ ഒരു കാര്യത്തിൽ ഞാൻ വാതുവെക്കുവാൻ വരെ തയ്യാറാണ്. നിങ്ങൾക്ക് വന്ദനം. വന്ദനം. പുതിയ പരിചയക്കാരനെ കുറിച്ചുള്ള ഗണ്യമായ താല്പര്യത്തോടെ ഞാൻ ഹോട്ടലിലേക്ക് നടന്നു. തുടരും.